മോഡേൺ പാനിയർ റാക്കിൻ്റെ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല, ഇത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ഫ്രെയിം, ഇവിടെ നിന്ന് ഈ സീറ്റ് പോസ്റ്റിലേക്ക് ഒരു പോർഷൻ, ഒരു ക്ലാമ്പ് വന്നിട്ടുണ്ടാവും. ആ ഒരു സിംഗിൾ ക്ലാമ്പ് ആയിരിക്കുള്ളൂ അത് ഈ ഒരു മോഡേൺ പാനിയർ റാക്കിനെ ഈ സൈക്കിൾ അറ്റാച്ച് ചെയ്ത് നിർത്തുന്നത്. മോഡേൺ റാക്കിൽ അപ്പോൾ ഈ ഒരു സ്റ്റേ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കൂടുതൽ വെയിറ്റ് ഇതിൽ ക്യാരി ചെയ്യാൻ പറ്റില്ല. നമുക്ക് ട്രഡീഷണൽ ട്രാക്കാണെങ്കിൽ നമുക്കൊരു 50 കിലോ വരെയും ആ ഒരു റാക്കിൻ്റെ ക്വാളിറ്റി വെച്ചിട്ട് നമുക്ക് 50 കിലോ വരെയും നമുക്ക് ഇതുപോലത്തെ ഒരു ട്രഡീഷണൽ റാക്കിൽ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. ആക്സിയം അതുപോലെയുള്ള റാക്കുകളിൽ നമുക്ക് ഇതുപോലെയുള്ളൊരു സ്റ്റേയും കൂടെ ഇങ്ങോട്ട് അറ്റാച്ച്മെൻറ്റ് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് നമുക്ക് 50 കിലോ വരെ നമുക്കതിൽ ക്യാരി ചെയ്യാൻ പറ്റും. കാരണം വെയ്റ്റ്ലെസ്സും ആയിരിക്കുള്ളൂ. വെയ്റ്റ്ലെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 600 ഗ്രാം ഉണ്ടാവുള്ളൂ. ഇത് ഒരു സ്റ്റീലിലോ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഒരു പാനിയർ റാക്കാണ് ഈ കാണുന്നത്. ഇത് ഏകദേശം 1200 ഗ്രാം ഇതിൻ്റെ വെയിറ്റ് വരും. പിന്നെ ഇതിൽ ക്യാരി ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു 10 കിലോൻ്റെ കപ്പാസിറ്റി പറയുന്നത്. പക്ഷേ ഞാനിതിലൊരു 12-14 കിലോയോളം ചില സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു സിമ്പിൾ റാക്കാണ്, സിമ്പിൾ ബേസിക് റാക്കാണ്. ഇപ്പോൾ എനിക്കതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ വെയിറ്റ് ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് അങ്ങനെ കൺസിഡർ ചെയ്ത് അതനുസരിച്ചുള്ള റാക്ക് വേണം. പിന്നെ ഇത് ഡിസ്ക് ബ്രേക്ക് ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ക് ബ്രേക്ക് ആണെങ്കിൽ ചിലപ്പോൾ എല്ലാത്തിലും ഈ ഒരു റാക്ക് ടൈപ്പ് റാക്ക് സൂട്ടായിന്ന് വരില്ല. അപ്പോൾ ആക്സിയം അതുപോലെയുള്ള എക്സ്പെൻസീവ് ബ്രാൻഡുകളിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു എക്സ്റ്റൻഷൻ കൂടെ ഉണ്ടാവും. അതായത് ഇവിടെ ഒരു റാട്ട് ടൈപ്പ് ഒരു എക്സ്റ്റൻഷൻ വന്നിട്ട് അവിടെ നിന്നായിരിക്കുള്ളൂ ഈ ഫ്രെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ കാണുന്ന ഒരു ഫ്രെയിം ഇവിടെ നിന്നായിരിക്കുള്ളൂ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ. അപ്പോൾ ഇത് കുറച്ചും കൂടി നീളം ഉണ്ടാവും. അപ്പോൾ അല്ലാതെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെഡൽ സ്ട്രോക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് പാനിയർ ബാഗ് ഏകദേശം ഇവിടം വരെ വരും. അപ്പോൾ നമ്മുടെ കാലിൽ ടച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കാലിൽ ടച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പാനിയർ റാക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം പാനിയർ ബാഗ് കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ സൈക്കിൾ റൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ഈ പാനിയറിൽ ടച്ച് ചെയ്യരുത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ ഇതിപ്പോൾ നമുക്ക് അടുത്ത പൊസിഷനിലേക്ക് കുറച്ച് നീക്കിയിടാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ കുറച്ച് നീക്കിയിട്ട് നോക്കുക. അല്ലെങ്കിൽ നമുക്കിത് തീരെ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്നതൊക്കെ പാനിയർ റാക്ക് ഒഴിവാക്കിയിട്ട് വേറൊരു റാക്ക് സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ടൂറിങ്ങിന് വേണ്ടി പുതിയതായിട്ട് പാനിയർ റാക്ക് സെലക്ട് ചെയ്യുന്ന എല്ലാവരും നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്ത് മാത്രം ഒരു പാനിയർ റാക്ക് സെലക്ട് ചെയ്യുക. ഞാൻ എൻ്റെ 4500 കിലോമീറ്റർ റൈഡിൽ ഉപയോഗിച്ചത് ഒരു 800 രൂപ വില വരുന്ന ഒരു പാനിയർ റാക്കായിരുന്നു. പിന്നെ മോഡേൺ റാക്കുകളിലെ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി കുറവ് വെയിറ്റേ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 10 കിലോ 12 കിലോ ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് നമ്മൾ സീറ്റ് പോസ്റ്റിൻ്റെ ഒരു കപ്പാസിറ്റിയും നമ്മൾ ഉപയോഗിക്കുന്ന ആ പാനിയർ റാക്കിൻ്റെ ഒരു കപ്പാസിറ്റിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 10 കിലോ വെയിറ്റ് 12 കിലോ വെയിറ്റൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഒരു ട്രഡീഷണൽ പാനിയർ റാക്കാണെങ്കിൽ നമുക്ക് 50 കിലോ വരെ ക്യാരി ചെയ്യാൻ പറ്റും. 50 കിലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാരിയറിൻ്റെ ഒരു കപ്പാസിറ്റിയും ബിൽഡ് ക്വാളിറ്റി അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ആക്സിയം എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡ്സ് അത് ഏകദേശം നമുക്കൊരു 3600 രൂപ വരെ നമുക്ക് പ്രൈസ് വരും. അതൊക്കെയാണെങ്കിൽ നമുക്ക് 50 കിലോ വരെയൊക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. എൻ്റെ കന്യാകുമാരി കാശ്മീർ റൈഡിൽ ഞാൻ സെലക്ട് ചെയ്തത് ഏകദേശം 800 രൂപ വില വരുന്ന ഒരു പാനിയർ റാക്കായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ റിക്വയർമെൻറ്റ് അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇനി അടുത്ത് വരാനിരിക്കുന്ന 1-2 വീഡിയോസ് ഞാൻ ഉപയോഗിച്ച പാനിയർ റാക്കിൻ്റെ റിവ്യൂ, പിന്നെ ഒരു ടൂർ ചെയ്യുമ്പോൾ ഒരു ടൂറിങ് സൈക്കിൾ എങ്ങനെ സെലക്ട് ചെയ്യാം, അതായത് ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളൊരു ടൂറിങ് സൈക്കിൾ സെലക്ട് ചെയ്യാം. MTB ഹൈബ്രിഡ് റോഡ് സൈക്കിൾ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു കാറ്റഗറി ഉണ്ട് ടൂറിങ് സൈക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളുടെ ഇവിടെ ആരും ടൂറിങ് സൈക്കിളിൽ ടൂർ ചെയ്യാറില്ല പൊതുവേ. അതിപ്പോൾ നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ കണ്ടീഷനും അങ്ങനെ ഓരോ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളങ്ങനെ ടൂർ ചെയ്യാത്തത്. ശരിക്കും ഒരു ടൂറിങ് സൈക്കിൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഏകദേശം ഒരു 1 ലക്ഷം രൂപ അത്രയും റേഞ്ചൊക്കെ വരും. പക്ഷേ നമ്മളുടെ ഇവിടെ എല്ലാവരും സാധാരണ ചെയ്യുന്നത് 15,000 30,000 ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള സൈക്കിളുകൾ വെച്ചാണ് നമ്മളിവിടെ എല്ലാവരും ടൂർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സുഖമായിട്ടുള്ള ടൂറിങ്ങിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് സൈക്കിൾ സെലക്ട് ചെയ്യാൻ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ വേറൊരു സെഗ്മെൻറ്റും കൂടി ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് കമൻറ്റ് സെക്ഷനിൽ നമ്മളിപ്പോൾ ഇടുന്ന വീഡിയോ അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടെ ഒന്ന് ചോദിക്കാം. അതായത് ഈ സൈക്കിൾ ടൂറിങ്ങോ അല്ലെങ്കിൽ സൈക്കിളിനെ ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ അതിൻ്റെ ആൻസറും കൂടെ പറയാൻ ശ്രമിക്കുന്നതായിരിക്കും. ആ വീഡിയോ ഇതുവരെ കണ്ടുവന്ന എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.